നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകവും ലജ്ജാകരവുമായ ഒരു ദിവസമാണ് നോട്ടിംഗ്ഹാമിൽ കടന്നുപോയത്. ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ട്വന്റി മത്സരത്തിൽ 125 റൺസിന്റെ ദയനീയ തോൽവിയാണ് ഇന്ത്യൻ ടീം വഴങ്ങിയത്. ഈ വൻ പരാജയത്തോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തിക്കഴിഞ്ഞു. ആദ്യ മത്സരം മഴയെടുത്തതിനു ശേഷം തുടർച്ചയായ 2 മത്സരങ്ങളിലാണ് ഇന്ത്യ പരാജയപ്പെടുന്നത്. ഇനി പരമ്പരയിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ ഇന്ത്യക്ക് പരമ്പര കൈവിട്ടു പോകാതിരിക്കാൻ വരും മത്സരങ്ങളിൽ അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വരും. ലോക ചാമ്പ്യന്മാരെന്ന പദവിയോടെ ഇംഗ്ലണ്ടിലേക്ക് വണ്ടി കയറിയ ഇന്ത്യൻ ടീമിന്റെ ഈ തകർച്ച ക്രിക്കറ്റ് ലോകത്തെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മത്സരത്തിന് പിന്നാലെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്ന് കടുത്ത രോഷവും വിമർശനവുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നോട്ടിംഗ്ഹാമിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് ബോർഡിൽ എഴുതി ചേർത്തത്. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ 202 റൺസ് എന്ന വിജയലക്ഷ്യം എളുപ്പമല്ലെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ നിന്ന് മികച്ചൊരു പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒരു ഘട്ടത്തിൽ പോലും ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന സൂചന നൽകിയില്ല. യുവ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി എന്നിവരെ ഇന്ത്യക്ക് തുടക്കത്തിലെ നഷ്ടമായി. പവർ പ്ലേയിൽ തന്നെ ഓപ്പണർമാർ പുറത്തായത് ഇന്ത്യയെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. തൊട്ടുപിന്നാലെ വന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനും നായകൻ ശ്രേയസ് അയ്യരും തീർത്തും നിരാശപ്പെടുത്തി. ഇതോടെ ഇന്ത്യ 41 റൺസിന് 4 വിക്കറ്റ് എന്ന കടുത്ത തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. മധ്യനിരയിൽ ആർക്കും തന്നെ ക്രീസിൽ നിലയുറപ്പിച്ചു കളിക്കാൻ സാധിച്ചില്ല. അവിടെ നിന്നും തിരിച്ചു വരാൻ കഴിയാത്ത സന്ദർശകർ കേവലം 11.4 ഓവറിൽ വെറും 76 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ വഴങ്ങുന്ന ഏറ്റവും വലിയ തോൽവിയാണിത്. കൂടാതെ 76 റൺസ് എന്നത് ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും കുറഞ്ഞ ഓൾ ഔട്ട് സ്കോറുമാണ്. ലജ്ജാകരമായ ഈ തകർച്ചയ്ക്ക് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി വിക്കറ്റുകൾ ദാനം ചെയ്ത ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ ആരാധകർ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. കൃത്യമായ തന്ത്രങ്ങളില്ലാതെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയും കളിച്ചതാണ് ഈ തോൽവിക്ക് കാരണമെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. ആരാധകൻ എക്സിൽ കുറിച്ചതിങ്ങനെയാണ്: ലോക ചാമ്പ്യന്മാർക്ക് ഒരിക്കലും ഇത്തരമൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല. കടുത്ത ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. ഇന്ത്യൻ ടീമിൽ നിന്ന് തികച്ചും നിരാശാജനകമായ പ്രകടനമാണ് ഉണ്ടാകുന്നത്. മറ്റൊരു ആരാധകൻ ടീം മാനേജ്മെന്റിന്റെ പരീക്ഷണങ്ങളെയും കളിക്കാരുടെ സമീപനത്തെയും ശക്തമായി ചോദ്യം ചെയ്തു. ഇന്ത്യയുടേത് തികച്ചും ലജ്ജാകരമായ പ്രകടനമാണ്. കളിയിലെ സാഹചര്യങ്ങൾ ഒട്ടും മനസ്സിലാക്കാതെ ഓരോ ബാറ്ററും പന്ത് അടിച്ചു പറത്താൻ മാത്രം നോക്കുന്ന ചിന്താശൂന്യമായ ബാറ്റിംഗ് ആണ് കണ്ടത്. 125 റൺസിന്റെ ഈ വലിയ തോൽവി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അനാവശ്യ പരീക്ഷണങ്ങളാണ് ഇതിനെല്ലാം കാരണമായത്. ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആരാധകർക്ക് ടീമിന്റെ ഈ കളിശൈലിയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് വിക്കറ്റ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാതെ അനാവശ്യമായി വലിയ ഷോട്ടുകൾക്ക് മുതിർന്ന് വിക്കറ്റ് കളഞ്ഞ രീതിയാണ് വിമർശിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഫ്ളാറ്റ് പിച്ചുകളിൽ മാത്രം റൺസ് അടിച്ചു കൂട്ടുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര വിദേശ മണ്ണിലെത്തിയപ്പോൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് ഭൂരിഭാഗം ആരാധകരും വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ബാറ്റിംഗിന് അനുകൂലമായ സാഹചര്യങ്ങളിൽ കളിക്കുന്നത് വിദേശ പിച്ചുകളിൽ കളിക്കുമ്പോൾ തിരിച്ചടിയാകുന്നു എന്ന യാഥാർത്ഥ്യം ആരാധകർ തുറന്നു പറയുന്നു. ഒരു ക്രിക്കറ്റ് പ്രേമി കുറിച്ച വരികൾ ശ്രദ്ധേയമാണ്: ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഇന്ത്യയിലെ ബാറ്റിംഗ് ഫ്ളാറ്റ് പിച്ചുകളാണ് നമ്മൾ നിരന്തരം 200-ലധികം റൺസ് നേടാൻ കാരണം. അതേ ബാറ്റിംഗ് നിരയാണ് ഇപ്പോൾ അയർലൻഡിലും ഇംഗ്ലണ്ടിലും റൺസ് കണ്ടെത്താൻ പാടുപെടുന്നത്. അടുത്ത വലിയ ലക്ഷ്യമായ ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയിലാണ് നടക്കുന്നത് എന്നറിഞ്ഞിട്ടും മാനേജ്മെന്റ് എന്തിനാണ് ഇന്ത്യയിൽ ബാറ്റിംഗ് സൗഹൃദ പിച്ചുകൾ മാത്രം ഒരുക്കിയത് എന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ വിമർശനം തികച്ചും യുക്തിസഹമാണ്. സ്വിംഗും ബൗൺസും ലഭിക്കുന്ന വിദേശ പിച്ചുകളിൽ ഇന്ത്യൻ യുവനിരയുടെ സാങ്കേതികമായ പോരായ്മകൾ കൃത്യമായി തുറന്നുകാട്ടപ്പെടുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിന് മുൻപ് ഇത്തരം വിദേശ സാഹചര്യങ്ങളിൽ കളിച്ചു ജയിക്കാനുള്ള പ്രാപ്തി ടീം നേടിയെടുക്കേണ്ടതുണ്ട്. പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യക്ക് ഇതുവരെ ഒരു 2020 മത്സരം പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു ആശങ്കയായി തുടരുകയാണ്. അയർലൻഡിനെതിരായ പരമ്പരയിലെ 2 മത്സരങ്ങളും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലും ആദ്യ 2 മത്സരങ്ങൾ ഇന്ത്യ കൈവിട്ടിരിക്കുന്നത്.
കണക്കുകൾ പരിശോധിച്ചാൽ ശ്രേയസിന്റെ കീഴിൽ കളിച്ച 5 മത്സരങ്ങളിൽ 4 തോൽവിയും ഒരു ഫലമില്ലായ്മയുമായി ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം വിജയമില്ലാപൂരമാണിത്. ഒരു പുതിയ നായകന് കീഴിൽ ടീം കെട്ടിപ്പടുക്കുമ്പോൾ തുടക്കത്തിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാമെങ്കിലും കളിക്കളത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ക്യാപ്റ്റൻ പരാജയപ്പെടുന്നു എന്ന വിമർശനം ശക്തമാണ്. തോൽവികളുടെ സമ്മർദ്ദവും നിരാശയും ക്യാപ്റ്റന്റെയും കോച്ചിന്റെയും മുഖത്ത് കൃത്യമായി കാണാം. സഞ്ജു സാംസണെ പോലെയുള്ള അനുഭവ സമ്പത്തുള്ള കളിക്കാരെ പുറത്തിരുത്തി യുവതാരങ്ങളെ വളർത്താൻ വേണ്ടി നടത്തുന്ന അനാവശ്യ പരീക്ഷണങ്ങളാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ കരുതുന്നു. മുൻ മത്സരങ്ങളിൽ മോശം പ്രകടനം നടത്തിയ ഇഷാൻ കിഷൻ അടക്കമുള്ള കളിക്കാർക്ക് വീണ്ടും അവസരം നൽകിയപ്പോൾ ടീമിന് ആവശ്യമായ സന്തുലിതാവസ്ഥ നൽകാൻ മാനേജ്മെന്റിന് സാധിച്ചില്ല. വൺ ഡൌൺ ആയി ഇറങ്ങിയ ഇഷാൻ കിഷനോ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കോ മധ്യനിരയിൽ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 2020 ക്രിക്കറ്റ് വെറും അടിച്ചു തകർക്കൽ മാത്രമല്ലെന്നും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി വിക്കറ്റ് നിലനിർത്തി കളിക്കേണ്ട സമയത്ത് അങ്ങനെ കളിക്കണമെന്നും ഈ മത്സരം ഓർമ്മിപ്പിക്കുന്നു. വൈഭവ് സൂര്യവംശയെ പോലെയുള്ള കൗമാര താരങ്ങളെ അമിത സമ്മർദ്ദമുള്ള വിദേശ പര്യടനങ്ങളിൽ തുടർച്ചയായി ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. 5 മത്സരങ്ങളുടെ ഈ പരമ്പരയിൽ ഇന്ത്യക്ക് ഇനി അവശേഷിക്കുന്നത് 2 മത്സരങ്ങൾ മാത്രമാണ്. പരമ്പര പൂർണ്ണമായും നഷ്ടപ്പെടാതിരിക്കാനും ഒരു സമനിലയെങ്കിലും സ്വന്തമാക്കാനും ബാക്കിയുള്ള 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. എന്നാൽ നിലവിലെ ഫോമും മാനസികാവസ്ഥയും വെച്ച് ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ തോൽപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ബാറ്റിംഗ് നിരയിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്താൻ കോച്ച് ഗൗതം ഗംഭീർ തയ്യാറാകേണ്ടതുണ്ട്. വിക്കറ്റ് വിലമതിക്കുന്ന കളി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള കളിക്കാരെ പ്ലേയിങ് 11ലേക്ക് തിരികെ കൊണ്ടുവരേണ്ടി വരും. അടുത്ത മത്സരത്തിലെങ്കിലും സഞ്ജു സാംസണിന് അവസരം നൽകി ബാറ്റിംഗ് ഓർഡർ ശക്തമാക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം. ബൌളിംഗിലും ഡെത്ത് ഓവറുകളിലെ റൺസ് ഒഴുക്ക് തടയാൻ കൃത്യമായ പദ്ധതികൾ ആവശ്യമാണ്. നോട്ടിംഗ്ഹാമിലെ 125 റൺസിന്റെ പരാജയം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വന്തം നാട്ടിലെ അനുകൂല പിച്ചുകളിൽ റൺസ് നേടുന്നത് പോലെ എളുപ്പമല്ല വിദേശ മണ്ണിലെ പോരാട്ടങ്ങളെന്ന് ഈ മത്സരം തെളിയിച്ചു. ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ ഉൾക്കൊണ്ട് അനാവശ്യമായ പരീക്ഷണങ്ങൾ മാറ്റിവെച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ടീമിനെ തിരഞ്ഞെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണം. ശ്രേയസ് അയ്യർക്കും ഗൗതം ഗംഭീറിനും വരും മത്സരങ്ങൾ തങ്ങളുടെ തന്ത്രങ്ങൾ തെളിയിക്കാനുള്ള അവസാന അവസരമായിരിക്കും. ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നോട്ടിംഗ്ഹാമിലെ ഈ വൻ തകർച്ചയെക്കുറിച്ചും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ പ്രകടനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.